ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ എല്ലാവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്ന് ധ്യാന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യൻ. ഓൾ ആർ ദി വിക്ടിം ഓഫ് ദി ചേഞ്ച് എന്നത് ആണ്. ഒരു മിനിറ്റ് നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, കാരുണ്യവാനായ കർത്താവേ, ഈ നല്ല പ്രഭാതത്തിൻ്റെ കാണുന്നതിന് നീ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഒരു പ്രഭാതം കൂടി കാണുവാനും നിന്നെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും സംഗതിയാക്കിയതിന് നിന്നെ ആയിരം പ്രാവശ്യം സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ കുറവുകളെ കാണാതെ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവെ, ഈ പ്രഭാതവചനം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നീ ഇടയാക്കിയതിന് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിന്റെ വചനങ്ങൾ ഗ്രഹിച്ച് അത് മനസ്സിലാക്കി അതിന് പ്രകാരം മുമ്പോട്ട് ജീവിക്കത്തക്കവണ്ണം ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദിവസവും നിന്റെ വചനം കേട്ട് അതിന് പ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ സംഗതിയാക്കണമേ. ഞങ്ങളുടെ ഈ ബിസി ഉള്ള ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൽ നിന്നൊക്കെയും കരകയറത്തക്കവണ്ണം കർത്താവെ, ഞങ്ങൾക്ക് വചനം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള അവസരം നീ പ്രദാനം ചെയ്യണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് അതിനുള്ള മനസ്സ് തരണമേ. പ്രഭാതവചനം കേട്ട് അതിന് പ്രകാരം നിൻ്റെ പ്രഭാതത്തിൽ സമർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സംഗതിയാക്കണമേ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രഭാതവചനം ഇടുന്ന ഈ വ്യക്തിയെയും, അതായത് എന്നെയും ഇത് കേൾക്കുന്നവരെയും അനുഗ്രഹിക്കണമെന്ന് ഒരിക്കൽ കൂടി എൻ്റെ തൃപാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് യാചിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദൂരെയും ചാരയുമായിരിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികളെയും നീ കാത്തുകൊള്ളണമേ. അവരെവിടെയായിരുന്നാലും അവരെ നിൻ്റെ തൃപാദത്തിൽ സമർപ്പിക്കുന്നു. എൻ്റെ വലതുകരം നീട്ടി അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് ഓൾ ആർ ദി വിക്ടിം ഓഫ് ദി ചേഞ്ച് എന്നതാണ്. അതായത് സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യൻ. ഞങ്ങൾക്ക് ആ സാഹചര്യം അനുസരിച്ച് ജീവിക്കാനായിട്ട് ഇടയാക്കരുത്. തെറ്റായ രീതിയിലേക്ക്, തെറ്റായ വഴിയിലൂടെ യാത്ര ചെയ്യാതിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിൻ്റെ പാതയിലൂടെ ജീവിക്കുവാൻ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് യാചിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രാർത്ഥന അനന്യാവേ, ആശ്ചര്യാവേ, മീശായേൽ, ദാനിയേൽ എന്നീ പൈതങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിച്ചതുപോലെ നീ കൈക്കൊള്ളണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമേൻ. സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യൻ. ഇത് നമുക്ക് ഏവർക്കും അറിയാം. ഇന്നത്തെ ലോകത്ത് നാം ജീവിക്കുമ്പോൾ അനിഷ്ടമായ അക്രമാസക്തമായ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് നമുക്കറിയാം. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയൊക്കെയും വഞ്ചനയും ചതിയും പീഡനവും എന്ന് വേണ്ട മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതായും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു നന്മ പ്രവൃത്തി എന്ന് പറയുന്നത് ഒന്നും തന്നെ അവിടെ കാണുന്നില്ല. വചന പ്രഘോഷണങ്ങൾ ഒഴിച്ച് ബാക്കി എന്തിൽ നോക്കിയാലും എല്ലാം ഈ ലോക ജീവിതത്തിൻ്റെ ആ സാഹചര്യങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ആ കർത്താവേ, അതിന് ഞങ്ങൾക്ക് ഇടയാകാതിരിക്കുവാനായിട്ട് നിൻ്റെ തൃപാദത്തിൽ ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സംഗതിയാക്കണമേ എന്നാണ് ഈ വചനങ്ങൾ ശ്രവിക്കുന്നവർ എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതെന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു വചനം എടുത്തു പറയട്ടെ. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 12-ാം അധ്യായം 35 പ്രകാരം പറയുന്നു, നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടമനുഷ്യൻ നിക്ഷേപത്തിൽ നിന്നും തീയതെ പുറപ്പെടുവിക്കുന്നു എന്ന്. നമ്മൾ സാഹചര്യത്തിൻ്റെ സൃഷ്ടിയായിട്ട് ജീവിക്കുന്നുവെങ്കിൽ ഇന്നത്തെ സാഹചര്യങ്ങൾ 98% തെറ്റിലേക്ക് വീഴത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കഴിയുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ തിരുവചനം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ഒരു നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്നും നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടമനുഷ്യൻ ദുഷ്ടനിക്ഷേപത്തിൽ നിന്നും ഏത് പുറപ്പെടുവിക്കുന്നു എന്നത് മനസ്സിലാക്കി നല്ലത് മാത്രം നമ്മൾ സ്വരൂപിക്കുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് നല്ലത് മാത്രമേ പുറത്തു വരികയുള്ളൂ. എന്ന് മാത്രമല്ല, നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ സംസാരവും എല്ലാം ഒന്ന് തന്നെയാണെങ്കിൽ, നമ്മുടെ വിശ്വാസം ശരിയാണെങ്കിൽ നമ്മിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും നല്ലത് മാത്രമായിരിക്കും. എന്നാൽ ദുഷ്ടമനുഷ്യരോടുകൂടി ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ദുഷ്ടനിക്ഷേപത്തിൽ നിന്നും
തീയത് പുറപ്പെടുവിക്കുന്നതിൻ്റെ ഒരു അസർ നമുക്കും കൂടെ ഉണ്ടാകും. അതായത് അതിൻ്റെ ഒരു ഇഫക്റ്റ് നമുക്കും കൂടി ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതായത് സാഹചര്യത്തിൻ്റെ സൃഷ്ടിയായിട്ട് ജീവിക്കാതെ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുകയാണ് എങ്കിൽ നല്ല നിക്ഷേപം നമ്മൾ ഉണ്ടാകുകയും സ്വർഗത്തിൽ നമുക്ക് ഒരു അവകാശിയായി തീരുവാനും സാധിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നതായ ആ ഭാഗം നമ്മൾ ഓർത്തുകൊണ്ട് നമ്മൾ സാഹചര്യത്തിൻ്റെ സൃഷ്ടിയായിട്ട് ജീവിക്കാതെ നല്ലൊരു സാഹചര്യം ഉണ്ടാക്കി ഒരു അനുഗ്രഹീതമായ കുടുംബജീവിതവും ഒരു അനുഗ്രഹീതമായ സഭാജീവിതവും നമ്മൾ നയിക്കത്തക്കവണ്ണം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം മുമ്പോട്ട് നീങ്ങണം എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.